मिट्टी ചർമ്മം എപ്പോഴും ചെറുപ്പമായിരിക്കാനും ചർമ്മത്തിന് തിളക്കം നൽകാനും ചർമ്മം നല്ലതുപോലെ ഒരു ഗ്ലോ ആക്കി നിർത്താനും സഹായിക്കുന്ന ഒരു അടിപൊളി ഒരു കാര്യമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതെന്താണെന്നൊക്കെ ഞാൻ പറയാം. അതിൻ്റെ മുന്നേ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്തുമ്പോൾ 3 ഓപ്ഷൻ നിങ്ങളിലേക്ക് വരുന്നതാണ്. അടുത്ത ഓൾ എന്ന ഓപ്ഷൻ അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ മുടങ്ങാതെ തന്നെ നിങ്ങളിലേക്ക് വരികയുള്ളൂ. ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്തേക്കണേ. എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ റംസാനിയ. ഞാനൊരു ബ്യൂട്ടീഷ്യനാണ്. ഇത് ഞാൻ എന്തായാലും പറയും, ഞാനൊരു ബ്യൂട്ടീഷ്യനാണ്. ഞാൻ കഷ്ടപ്പെട്ട് നേടിയൊരു എഡ്യൂക്കേഷനാണ് ഈ ഒരു ബ്യൂട്ടീഷ്യൻ കോഴ്സ് എന്ന് പറയുന്നത്. എന്തായാലും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ചർമ്മത്തെ തിളക്കം നൽകാനും ചർമ്മം ചെറുപ്പമായി ഇരിക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു കിടിലൻ ഒരു സംഭവമാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത്. 8 ദിവസം നിങ്ങളിത് ചെയ്താൽ മതി. നിങ്ങളുടെ ചർമ്മം നല്ലതുപോലെ ബ്രൈറ്റ് ആവുന്നതും ഗ്ലോ ആവുന്നതും കൂടാതെ തന്നെ ചർമ്മം ചെറുപ്പമായി ഇരിക്കുന്നതുമാണ്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത്, അതിനെന്തെല്ലാം കാര്യങ്ങൾ വേണമെന്നൊക്കെയുള്ളത് പറയാം. അത് ചെയ്തിട്ടുള്ള ചേഞ്ചസ് നമുക്ക് കാണാം. അതിലേക്ക് നമുക്ക് പോകാം കേട്ടോ. 8 ദിവസം കൊണ്ട് നിങ്ങളുടെ ചർമ്മം നല്ല ഫെയർ സ്കിന്നായി മാറുന്നതാണ്. പാടോ ഒന്നുമില്ലാതെ തിളങ്ങുന്ന നല്ല അടിപൊളി ഗ്ലോ ആയിട്ടുള്ള ചർമ്മം നിങ്ങൾക്ക് 8 ദിവസം കൊണ്ട് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. അതിനുവേണ്ടി ഒരു ബൗൾ ഞാൻ എടുത്തിട്ടുണ്ട്. ആ ഒരു പാക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടി അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കടലമാവിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ കടലമാവിൻ്റെ പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ റോസ് പെറ്റൽ ഉണ്ടല്ലോ, റോസ് പെറ്റലിൻ്റെ പൗഡർ മേടിക്കാൻ കിട്ടും. റോസ് പൗഡർ എന്ന് ചോദിച്ചിട്ട് അത് മേടിക്കാൻ അത് വേണം. അത് 1 ടേബിൾ സ്പൂണാണ് റോസ് പെറ്റലിൻ്റെ പൗഡർ ചേർത്ത് കൊടുക്കേണ്ടത്. ഡ്രൈ ആയിട്ട് നമുക്ക് തന്നെ വീട്ടിലുണ്ടാക്കാം. റോസ് പെറ്റലിൻ്റെ പൗഡർ, റോസ് പെറ്റൽ എടുത്തിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് മിക്സിയിൽ ഡ്രൈ ആയിട്ടിരിക്കുന്ന മിക്സിയുടെ ബൗളിലിട്ട് പൊടിച്ചിട്ട് നിങ്ങൾക്ക് തന്നെ എടുക്കാവുന്നതാണ്. ഇനി ഞാൻ ഇതിൽ ചേർക്കുന്നത് ലെമൺ പീൽ പൗഡറാണ്. 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. ലെമൺ പീൽ പൗഡർ 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതിൽ ചേർക്കുന്നത് നമ്മുടെ ചാർക്കോൾ പൗഡറാണ്. നാച്ചുറൽ ചാർക്കോൾ പൗഡർ ഓൺലൈൻ വഴിയൊക്കെ മേടിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മുടെ അങ്ങാടി കടകളിലുമൊക്കെ ചാർക്കോൾ പൗഡർ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും. 1.5 ടേബിൾ സ്പൂൺ ചാർക്കോൾ പൗഡർ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം നല്ലപോലെ മിക്സ് ആക്കുക. അങ്ങനെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അടുത്തതായിട്ട് ഇത് ചേർക്കുന്നത് 1/2 ടേബിൾ സ്പൂൺ കസ്തൂരി മഞ്ഞൾ പൗഡർ ചേർത്ത് കൊടുക്കാം. സ്കിന്നിന് നല്ലൊരു നിറം നൽകുന്നതിനൊക്കെ വേണ്ടിയാണ്. ഇനി അടുത്തതായിട്ട് ഇത് മിക്സ് ആക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കട്ട തൈരാണ്. 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ കട്ട തൈര് ചേർത്തിട്ടുണ്ട്. അതിന് ശേഷം നല്ലപോലെ മിക്സ് ആക്കുക. ഓക്കെ, ഞാൻ മിക്സ് ആക്കുകയാണ്. ഓക്കെ, അങ്ങനെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 മുറി നാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. 1/2 മുറി നാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം ഇത് നല്ലതുപോലെ മിക്സ് ആക്കുക. ഓക്കെ, അങ്ങനെ നല്ല പോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് നമ്മുടെ സ്കിന്നിൻ്റെ 8 ദിവസം കൊണ്ട് നിറം നൽകാൻ സഹായിക്കുന്ന അടിപൊളി പാക്ക് അങ്ങനെ തയ്യാറായിട്ടുണ്ട്. ബാക്കി വരുന്നത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് ആവശ്യാനുസരണം എടുത്ത് ഉപയോഗിച്ചാൽ മതി. കിടിലനാണ്. എന്തായാലും ഇട്ടിട്ടുള്ള ചേഞ്ചസും ഒക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം. കൊടുക്കാം. കൊടുത്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഉണങ്ങുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. തുടയ്ക്കാം. അടിപൊളി. ചേഞ്ച് കണ്ടോ? അടിപൊളി. ഞാൻ തുണിയുടെ വെച്ച് തുടച്ച് കാണിക്കാം.
കിടിലനാണ്. എന്തായാലും നിങ്ങൾ ഇത് ട്രൈ ചെയ്യണേ. സംഭവം സൂപ്പറാണ്. കണ്ടോ, സ്കിൻ സോഫ്റ്റ് ആയിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇതെല്ലാം ട്രൈ ചെയ്യണം. നല്ല ചർമ്മം നല്ലതുപോലെ ബ്രൈറ്റ് ആവാനും നല്ലതുപോലെ ഗ്ലോ ആവാനും നല്ലതുപോലെ തിളക്കമാക്കി നിർത്താനും സഹായിക്കുന്ന ഒരു കിടിലൻ ഒരു സംഭവമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. എന്തായാലും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ചെയ്ത് നോക്ക്. 8 ദിവസമെങ്കിലും ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളുടെ ചർമ്മത്തിൽ ഒന്ന് ചെയ്തു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാം ചേഞ്ചസ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. ഇത് ചെയ്തിട്ടുള്ള റിസൾട്ടും വന്ന് എന്നോട് പറയണേ മറക്കാതെ തന്നെ. ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുതേ. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. Bye.